നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, ENT ഡോക്ടറാണ്. ഇന്ന് നമ്മൾ ഇയർ വാക്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇയർ വാക്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ചെവിയിലെ ഡെഡ് സ്കിൻ സെൽസ്, ചെവിയിലെ ഹെയർ, അതുപോലെ ചെവിയിലെ സ്കിന്നിൽ തന്നെ ഗ്ലാൻഡ്സ് ഉണ്ട്, അതിൽ നിന്നുള്ള ചില സെക്രീഷൻസ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇയർ വാക്സ് ഉണ്ടാകുന്നത്. സാധാരണ ബ്രൗൺ കളറാണ്, അല്ലെങ്കിൽ ചിലർക്കൊക്കെ അതൊരു വൈറ്റ് കളറിലും ആകാം. അപ്പോൾ വാക്സ് ഉള്ളപ്പോൾ പേഷ്യൻസ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ചെവിയിൽ ഇയർ ബ്ലോക്ക് സെൻസേഷൻ, അല്ലെങ്കിൽ ചെവിയിൽ ചൊറിച്ചിൽ, ചിലർക്ക് ഇയർ പെയിനും പറയും, ചിലർക്ക് എന്തോ ഫോറിൻ ബോഡി ഉള്ള പോലൊക്കെ അങ്ങനെ സെൻസേഷനായിട്ടും വരാം. അപ്പോൾ നോർമലി നമ്മളിങ്ങനെ റുട്ടീൻലി വാക്സ് ക്ലീൻ ചെയ്യണമെന്നില്ല. കാരണം യൂഷ്വലി നമ്മുടെ ബോഡിയുടെ മെക്കാനിസം തന്നെ അവിടുത്തെ സ്കിൻസ് പതുക്കെ പതുക്കെ ഇതായിട്ട് തന്നെ പുറത്ത് വരുന്നത് മാത്രം ക്ലീൻ ചെയ്താൽ മതി. അല്ലാതെ തന്നെ നമ്മുടെ ച്യൂയിങ് മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ചവയ്ക്കുമ്പം ആ മൂവ്മെൻറ്റ്സ് വഴി പതുക്കെ പതുക്കെ വാക്സ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ മൈഗ്രേറ്റ് ആയി പുറത്തെത്തുമ്പോൾ മാത്രം ക്ലീൻ ചെയ്താൽ മതി. നമ്മൾ റൂട്ടീൻലി ബഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബഡ്സ് കൊണ്ടുള്ള പല ഡേഞ്ചറുണ്ട്. ഒന്ന്, നമുക്ക് ബ്ലൈൻഡ് ആയിട്ടാണല്ലോ ബഡ്സ് യൂസ് ചെയ്യുന്നത്, അപ്പം ചെവിയിലെ സ്കിന്നിൽ ഇഞ്ചുറി ഉണ്ടാവാം. അതുപോലെ ബഡ്സ് ഉപയോഗിക്കുമ്പം വാക്സ് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, ചെവിയുടെ പാടയുടെ അടുത്ത്. അത് പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാക്സ് കൊണ്ടുള്ള ഇപ്പോൾ എസ്പെഷ്യലി ഡയബറ്റിക്സിനൊക്കെ ചിലപ്പോൾ വാക്സ് ഉള്ളപ്പം ഇൻഫെക്റ്റഡ് വാക്സ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ക്ലിനിക്കിൽ വന്ന് തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ ചിലർക്ക് ചെറിയ ചെവിയുടെ കനാലുള്ളവർക്ക് വാക്സ് ഇങ്ങനെ ഡിപ്പോസിറ്റ് ആയിട്ട് തന്നെ പുറത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തന്നെ ക്ലീൻ ചെയ്യണം. പിന്നെ ചില ആൾക്കാർക്ക് വാക്സ് ഭയങ്കര ഹാർഡായിട്ട് ചെവിയുടെ സ്കിന്നിലെ ബോണിനെ തന്നെ അത് പ്രഷറാക്കി അവിടുത്തെ ഷേപ്പ് തന്നെ മാറാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോയി ക്ലീൻ ചെയ്യണം. അല്ലാതെ തന്നെ ക്ലീൻ ചെയ്താലൊന്നും അത് വരില്ല. പിന്നെ വാക്സ് ക്ലീൻ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. പണ്ട് ഉപയോഗിച്ചിരുന്ന സിറിഞ്ചിങ് ആണ്, അതായത് വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ദിവസം ഡ്രോപ്സ് കൊടുക്കും, കുറച്ച് സോഫ്റ്റ് ആവാനായിട്ട്, എന്നിട്ട് സിറിഞ്ചിങ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ ക്യാമറ വെച്ച് നോക്കി സക്ഷൻ മെഷീൻ വെച്ച് ക്ലീൻ ചെയ്യും. ഇങ്ങനെയാണ് പല മെത്തേഡ്സ് ഓഫ് ക്ലീൻ. താങ്ക് യു.